എങ്ങനെയുണ്ട് നമ്മുടെ നാടൊക്കെ? ഇഷ്ടപ്പെട്ടോ? കൊല്ലാം കൊല്ലാം അല്ലേ? ഗ്രീനറി. ആ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നൊരു 1 ഡേ ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫാമിലി ടീംസൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സൗദി ടീമാണ്, ഞങ്ങളുടെ പഴയൊരു സൗദി ടീമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. സംഭവങ്ങളെല്ലാം സെറ്റാക്കി വണ്ടി വന്നു. 5:30 പറഞ്ഞ വണ്ടി ഓൾമോസ്റ്റ് സാധാരണ എല്ലാവരുടെയും പോലെ തന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വന്നു. ഇതേ വണ്ടിയിലെല്ലാവരും കയറുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തകർക്കാൻ പോവാണ്. എല്ലാവരും ഡാൻസും പാട്ടായിട്ടായിരിക്കും ഇനി ഇവിടെ നിന്നുള്ള എല്ലാ ടൈമും. അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം കാരണം ഞാൻ പാട്ടുകൾ കുറേ ഒഴിവാക്കുകയാണ്. എന്നാലും നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത്. കാരണം നമ്മൾ വളരെ അപൂർവങ്ങളിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം തകർക്കുന്നുണ്ട്. വലിയ ബസ്സാണ്, നമ്മൾ ആൾക്കാർ കുറവാണ്. 45 സീറ്റിൻ്റെ ബസ്സാണ് നമ്മൾ ആദ്യം ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മാറും. ഇപ്പം ആകെ നമ്മൾ 30 പേരുള്ള ഇഷ്ടം പോലെ കിടന്ന് ഉറങ്ങി പോകാനുള്ള സ്ഥലമുണ്ട് നമ്മുടെ വണ്ടിയിലിടാം. അപ്പോൾ നമ്മൾ കുറച്ചധികം സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് സമയത്തിൻ്റെ ഇതുപോലെ നമ്മൾ അത് അവിടെ ചെന്നിട്ട് എങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. അപ്പോൾ കിഡ്സും എല്ലാവരുമായിട്ട് നല്ല ജോളിയായിട്ട് നല്ല ഡാൻസ്, നല്ല പിള്ളേരൊക്കെ വേറെ ലെവലാണ്. ഭയങ്കര സ്പിരിറ്റാണ്. പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് തകർക്കുകയാണ്. ചെറിയ പിള്ളേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഇപ്പോൾ നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ നമ്മളധികം ആൾക്കാരുള്ളത് തന്നെ നമുക്ക് സീറ്റുകളൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇരുന്നൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി വീണ്ടും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ AC ബസ് ആയതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബസ് മാറി കേട്ടോ അതിനിടയിൽ. അപ്പോൾ ഇത് വേറൊരു ബസ്സാണ്. അപ്പോൾ നമ്മൾ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്പോട്ടിലെത്തിയേക്കാണ്. പാണങ്കുഴി എക്കോ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ ആദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കട്ടെ. അപ്പോൾ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ പോകണം എന്നാണ് പറഞ്ഞത്. നോക്കാം. ഇപ്പം നമ്മൾ ഈ എലിഫന്റ് ക്യാമ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് 250 മീറ്ററാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് പോയിട്ട് ഈ പാണങ്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ 4.5 കിലോമീറ്റർ വേറെ പോകണം. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് 70 രൂപ വെച്ചിട്ടാണ്. കിഡ്സിന് 25. നോക്കിയാൽ ഇവിടെ റംബൂട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വേണ്ടാ പഴുതന്നെ ഓടിക്കാറുന്നു. അപ്പോൾ നമ്മളിങ്ങി ഈ വെള്ളം കുപ്പി എൻ്റെ കയ്യിലായി. ബട്ടർഫ്ലൈസിനൊന്നും കാണാനില്ല. എവിടെ? ഓ ഒരെണ്ണ. അപ്പൊ നമ്മള് നടന്ന് കാപ്രിക്കാട് മിനി സൂ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഇവിടെ ഒരു എക്കോ ടൂറിസം സെറ്റപ്പാണ് കേട്ടോ. അവിടെ മൊത്തം നമ്മളൊരു ചെറിയ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. നല്ല ചിവീടിന്റെ ഒക്കെ നല്ല സൗണ്ട് വരുന്നുണ്ട് അല്ലേ? ചിവീട് ഫുള്ള് ചിവീടിന്റെ സൗണ്ടാ. സ്ലോ മോഷൻ നടക്കണ്ട, സാധാരണ പോലെ നടന്നാൽ മതി. അപ്പോൾ ഇതിവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസാണ്. ശരിക്കും ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ കുറേ ബോർഡുകളൊക്കെ വെച്ച് കാരണം പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും ശരിക്കും. അപ്പോൾ ഒരു അഭയാരണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാക്കി ഭാഗങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ആനത്താവളമൊക്കെ ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് മാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ശരിക്കൊരു നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം ഒരു പ്രതീതിയാണ് നമുക്കിത്. ഇവിടെ നല്ല മുളകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് മ്ലാവുകളൊക്കെ ഉണ്ട്. അതൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ആനകളുടെ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാപ്രിക്കാട് എലിഫൻറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടാണ്, അപ്പോൾ അഭയാരണ്യം എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. അപ്പോൾ അത് മൊത്തത്തിലുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെയുള്ള ആനകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നമ്മളിങ്ങനെ ആനത്താവളത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ആനകളൊന്നും ഇല്ല, കുറച്ചുള്ളൂ. അപ്പോൾ അതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെയൊക്കെ
ആനകൾ നിൽപ്പുണ്ട്. ആന ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്. ചൂടെന്ന് പറയണത് അങ്ങനെ വലിയ ചൂടില്ല, എന്നാലും പുഴുക്കുണ്ട് നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ അല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ നടന്ന് ഇവിടെ ലാസ്റ്റ് എത്തി. ഇതിവിടെ ആനയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് ആനേനെ മെരിക്കണ സ്ഥലം. വേണ്ട, ഈ കൂടിൻ്റെ ഉള്ളിലാണ് കൊണ്ടിടുന്നത്. നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. വേണ്ട, ഇവിടെ ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഇതിവിടെ എൻഡാണ്. അപ്പോൾ ഇവിടെ ഒരു ആന നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ആനയാണ് ഇവിടെ ഉള്ളത്. പീലാണ്ടി ചന്ദ്രു, 49 വയസ്സ്. നല്ല നിബിഡമായ വനപ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു ഏറുമാടുണ്ട്. ഏറുമാടം ഇത്തിരി ടാസ്ക്കാണ്. അതിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ കുസ്തി പിടിക്കാൻ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്നാലും കയറേണ്ടവർക്ക് കയറാം എന്ന് മാത്രം. അപ്പോൾ ഏറുമാടത്തിൻ്റെതായ നല്ല റിസ്ക്കും അതിന് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ എടുത്തിട്ടാണ് കയറി വന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നന്നായി സൂക്ഷിക്കണം. കാരണം അത് പെട്ടെന്നൊക്കെ നമ്മൾ വീഴാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് ആൾക്കാർ ഇങ്ങനെ കയറാനും പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ആനേനെ കുളിപ്പിക്കുന്ന കടവാണിട്ടത്. ഇപ്പോൾ ടൈമിങ് ഇവിടെ 9 തൊട്ട് 10 വരെ, 3:30 തൊട്ട് 4:30 വരെയാണ് ടൈമിങ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഒരുപാടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, കാരണം കുറേ ഏരിയകളുണ്ട് നടന്ന് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ആന ഈ ഒരു ആന കുളിപ്പിച്ചിട്ട് കൊണ്ടുപോവാ. എന്താ ചേട്ടാ ആനയുടെ പേര്? അഞ്ജന എന്ന് പറഞ്ഞ ആനയാണ് കേട്ടത്. കുറേ വയസ്സായിണ്ട് അതിന്? എത്ര? 22 വയസ്സായി. പാടാൻ പറ്റും. ഏയ്, ഇപ്പം ആന കുളി കഴിഞ്ഞ് പോവാട്ടാ. ഇവിടെ വേറൊരു ആന കുളിച്ചോണ്ടിരിക്കണു. അപ്പോൾ നമ്മൾ ആനയൊക്കെ കുളിപ്പിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു കഫറ്റീരിയ പോലത്തെ ഒരു സ്ഥലമുണ്ട്, ചായയും സ്നാക്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെ വന്നേക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈമാണ്. ഇവിടെ ചെറിയ ചിൽഡ്രൻസ് പാർക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആളിവിടെ ഊഞ്ഞാലാടുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണിത്. രക്തചന്ദനത്തിൻ്റെ കാടാണ് കേട്ടത്. മൊത്തം രക്തചന്ദനമായി കാണാം മുഴുവൻ. നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് വന്നേക്കാണ്. നമ്മുടെ പനംകുഴി. ഇവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങാനൊക്കെ ഒരു ഇതുണ്ട്, പക്ഷെ നമ്മൾ വെള്ളത്തിലിറങ്ങുമോ എന്നുള്ളത് അറിയില്ല, കാരണം നമുക്ക് സമയം കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ കാട്ടിക്കൂടെ ഇങ്ങനെ കയറിയിട്ടാണ് ആ ഒരു പനംകുഴിയുടെ ആ ഒരു വെള്ളത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നത്. ഒരു ചെറിയൊരു ട്രക്കിങ് പോലെ അല്ലേ? എങ്ങനെയുണ്ട്? നൈസ് പ്ലേസാ? കാണുന്ന ഭംഗിയുണ്ട് അല്ലേ? തല തണുപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും അല്ലേ? ഇപ്പം ചൂടുള്ള കാരണം ഒരു അതെ. ഏത്? ഏയ് ഡോണ്ട്. അപ്പോൾ അതെ, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പനംകുഴി എക്കോ ടൂറിസം. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കാട് പോലെ രണ്ട് സൈഡിലും നോക്കി നടക്കണം. കല്ലുകളൊക്കെ ഉണ്ട് കണ്ടോ. എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് സമയത്തിനനുസരിച്ച് നമ്മൾ പറ്റുന്ന സ്ഥലങ്ങളിൽ പോവും. അങ്ങനെ നമ്മുടെ മുന്നിലും കുറച്ച് പേര് പോകുന്നുണ്ട്.
ഈ മരം നോക്കിയേ, ഹെവി മരം വേണ്ട വേര്. എൻ്റെ പൊന്നോ, വലിയ വലിയ മരങ്ങളാട്ടോ അവിടെ, നല്ല ഹൈറ്റുള്ള മരങ്ങളാ. മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ എക്കോ ടൂറിസം ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഈ കാടിനുള്ളിൽ കൂടെ നടക്കണ പോലെ ഇങ്ങനെ നടക്കണതാണ് മെയിനായിട്ട്. ഹലോ ഹലോ, നടന്ന് ക്ഷീണിച്ചാ? വണ്ടികൾ വലിക്കുന്നില്ലല്ലോ. ഹനുമാൻഗിരിട് മനസ്സിലായിച്ചേ, വയ്യാണ്ടായാ? മലയാറ്റൂര് മല കയറണ പോലെയാ എന്നാ? കൊറേ നീ പാപം ചെയ്തിട്ടുണ്ടാവും, അതാ നിന്നെ ഇത്ര നടത്തിക്കുന്നേ. അതെ ഇവിടെ ദൈവാന എമി നൈസിനെ അടവിറക്കി കയറി കുത്തിരുന്നു. എമിയെ ക്ഷീണിച്ചോ? നീയെ ക്ഷീണിച്ചോ? ഓക്കേടാ. അതെന്തിട്ടത് ഹെയർ സ്റ്റൈല്? കൊറിയനാണോ? മറ്റേ പൊന്നോ. അപ്പൊ ഞാനും എമീനെ ഇങ്ങനെ എടുത്തു. ഞാൻ എമി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ എമിയെ? എമിക്ക് നടക്കാൻ വയ്യ അല്ലേ? എന്ത് പറ്റി? മടിയാണോ? അപ്പൊ ഇവിടെ നല്ല ചെങ്കുത്തായ പാതകളാണ് കണ്ട. നോക്കി നടക്കണം, മഴ പെയ്ത കാരണം ചിലപ്പോൾ സ്ലിപ്പാവാം. കണ്ട കണ്ട വഴി കണ്ട, കാടിനുള്ളിൽ കൂടെയുള്ള വഴി. പേടിയാ. അങ്ങനെ നമ്മള് ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ട കണ്ട ഇതാണ് നമ്മുടെ അതിരമ്പള്ളി പോലത്തെ ഒരു സെറ്റപ്പ്. അതെ, നല്ല വെയിലുണ്ട്, നല്ല സൺബാത്ത് കിട്ടും, സൺബേൺ കിട്ടും. പുഴയിൽ അപകടകരമായ ഇതാണ് സ്പോട്ട്. നടന്നു വന്നപ്പോഴും മലയാളി തളർന്നു. ഇതേ എടുക്കണു ഹീരാ. വേണ്ട കണ്ട, ജിമ്മിലൊക്കെ പോയി അടിക്കും, പക്ഷെ രണ്ടടി നടന്നപ്പോഴേക്കും വയ്യാണ്ടായി. ഇട്ടിക്കണ്ടി എങ്ങനെ പിടിച്ചെങ്ങനെ കിടന്നിട്ട് ആസ്വദിക്കാനുള്ള സ്ഥലമാണുള്ളത്. ഇവിടെ കുറച്ച് പേര് ഇരുന്നിട്ട് ആസ്വദിക്കുന്നുണ്ട്. ചേച്ചി എന്തായി? ഇറങ്ങാനോ? അവിടെ ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടല്ലോ. യെസ്, ഇതാണ് ഈ ഒരു സ്പോട്ട്. നേരത്തെ കണ്ടതാണ് എൻട്രൻസ്. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലകൾ കുറേ ഉണ്ട് കേട്ടോ. കുറച്ച് ഏമി അങ്ങോട്ട് പോണോ താഴത്തേക്ക്? വെള്ളത്തിൻ്റെ കാല് വെള്ളം കുളിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ കുറച്ച് തൽക്കാലത്തിന് കാലൊക്കെ നനയ്ക്കണമെങ്കിൽ വേണം. ഇവിടെ ഇങ്ങനെ കുടകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ. ആൾക്കാർ ലൈഫ് ബോയ് ഒക്കെ ഇട്ടിട്ട് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു 2 സ്ഥലമുണ്ട് ഇവിടെ കേട്ടോ. പക്ഷേ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ ഇല്ല. നമ്മൾ പോണ സമയത്ത് അങ്ങോട്ട് പോകണം. ഇത് ആന വരാണ്ടിരിക്കാനായിട്ട് ഫെൻസ് ചെയ്യണതാണ്. ഇവിടേക്കൊക്കെ ആന കയറുന്നതാണ് നന്നായിട്ട് പറയുന്നത് കേട്ടോ, അവിടുത്തെ ഗൈഡൊക്കെ പറയുന്നത്. ഇതിൻ്റെ വേരുകൾ നോക്കിയേ, ഈ മരങ്ങളുടെ വേരുകളാണ് ഇങ്ങനെ മണ്ണൊലിപ്പൊക്കെ തടയുന്നത് കേട്ടോ. ഇതേപോലത്തെ വേരുകൾ ഹെവി നോക്കിയേ, അടിപൊളി. നോക്കിയേ, ശരിക്കും വാർത്ത് വെച്ച പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് വലിയ വലിയ മരങ്ങളുടെ സൈഡിലൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഓൾമോസ്റ്റ് എത്തിയ എല്ലാവരും. അപ്പോൾ ഈ വണ്ടിയിൽ വീണ്ടും കയറി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഞങ്ങളിവിടെ ഈ പാണിയേരി പോരിലേക്ക് പോകുന്ന സ്ഥലത്ത് സോണിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചേട്ടാ. അതെ, ഇവിടെ ചെറിയൊരു ഹോട്ടലാണ്. 2 ബെഞ്ചിൻ്റെ ഉള്ളിൽ ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഈ ഒരു ഹോട്ടല്. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ഫുഡ് നല്ല ഫുഡാണ്. ഇഷ്ടപ്പെട്ടാ? അയ്യോ, കണ്ണിന്നൊക്കെ വെള്ളം വരുന്നു.
ഇവിടെയാണ് സെറ്റപ്പ്. അതെ അതെ സ്നേഹം ഒരു പ്ലേറ്റുകൾ എണ്ണം പറഞ്ഞപ്പോ നമ്മൾ ഇങ്ങനെയും അതെ. ഓക്കെ, അതേപോലെ ബീഫ് ഉണ്ട്. ചെറിയൊരു ഹോട്ടലാണ്. ബീഫ്, പിന്നെ ചെറിയ ചെറിയ കറികള്, ചമ്മന്തി, ഓലൻ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തന്നെ വിളമ്പാം, നമ്മൾ തന്നെ കഴിക്കാം. ചെറിയൊരു ഹോട്ടലാണ്. അതൊക്കെ നമ്മളെ ആൾക്കാരും നമ്മൾ തന്നെ വിളമ്പണം. ചെറിയൊരു ഗ്രാമപ്രദേശത്തല്ലേ, അപ്പൊ ഈ ഒരു ഹോട്ടലിൽ നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ ഒരു മൾബറി ഉണ്ടായി നിൽക്കുന്നത് കണ്ടത്. അപ്പൊ അതിന് നല്ല പഴുത്തിട്ടുണ്ടോ നോക്കട്ടെ. മൾബറി ഉണ്ടോ? മൾബറി ചെറുതായി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ പഴുത്ത് നിൽപ്പുണ്ട്. ഏയ് അടിപൊളി. ഇതൊന്ന് കഴിച്ചു നോക്കാം. അത് ഈ മൾബറി എമിക്ക് കൊടുക്കുകയാണത്. എന്നാ തിന്നോക്ക്, നോക്കട്ടെ. എങ്ങോട്ട് വാ, കാണിക്ക്. ടേസ്റ്റ് ഉണ്ടാ? ഹൈ എൻ്റെ അമ്മ, ഇതെന്ത് തവള പ്രാണിനെ തിന്നണ പോലെ തിന്നണല്ലോ നീ വേണോ? അതാ അതിൻ്റെ അത് ഞെട്ട് കളയിട്ടാ, ഞെട്ട് കളയും. ഈ ഞെട്ട് കളയും. എങ്ങനെയുണ്ട്? അടിക്ക്. കഴിഞ്ഞു. അപ്പോൾ നല്ല പഴുത്തൊരു മൾബറി ആരാൻ്റെ പറമ്പിലത്തെയാണ്. സോറി, നേരെ ഒന്ന് കടിച്ചു നോക്കാം. വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല. പുളി മധുരമില്ല. എമിക്ക് കൊടുത്ത ചേച്ചി കുറച്ച് കൊടുക്ക. കഴിക്കില്ലേ? കഴിച്ച് ആദ്യം പറമ്പിന്റെ പുറത്ത് നിന്നിട്ടായിരുന്നു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതേ ആൾക്കാർ ഉള്ളിൽ കയറി പൊട്ടിച്ചു തുടങ്ങി. കണ്ടോ, ഇതാണ് അവസ്ഥ. ഓക്കെ, മൾബറി കള്ളൻ. ഒരാള് പൊട്ടിച്ചു. അതേപ്പോ ജാഥയായിട്ട് വരികയാണ്. ഏതാണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞ പോലെയാ. അപ്പൊ നമ്മള് പാണിയിൽ പോരിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ അതിന്റെ പാർക്കിങ്ങിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ അവിടെ നിന്ന് ആയിക്കോടെ നടന്നിട്ട് പോവും. അതിന് മുന്നേ ഞങ്ങളിവിടെ ഒരു ഫോട്ടോ എടുക്കണം എല്ലാവരും കൂടിയിട്ട്, അല്ലേ? ഇതാണ് ടിജോ എന്നാണ് പേര്. ഇവർക്ക് ടൂർസ് ആൻഡ് ട്രാവൽസ് അല്ലേ, ടി ടൂർ വേൾഡ് അല്ലേ? അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി? ആൾക്കാരെ പാക്കേജ് അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ പാണിയേൽ പോരിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാണിയേലി പോര്, ഞാൻ പല തെറ്റായിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാണിയേലി പോരെന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേരിട്ടാ. വണ്ടികൾ, ചെറിയ വണ്ടികളുടെ ഫീസും കാര്യങ്ങളൊക്കെ 50 രൂപ, കാറിന് 30 രൂപ, 2 വീലർ 10-20 രൂപ. അതെ, ഇതാണ് നമ്മുടെ സ്പോട്ട്, പാണിയേലി പോര് ഇക്കോ ടൂറിസം സെൻറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് പോകണം. നമ്മുടെ ഇത്തിരി വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ അവിടത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്ന കാരണമാണോന്ന് അറിയില്ല, നല്ല ക്ലൈമറ്റാണ്. നല്ലൊരു ഇവാനെങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്? ഇഷ്ടപ്പെട്ടാ? ഓക്കെ. അപ്പോൾ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെയാണ്. പിന്നിൽ കുറച്ച് പേര് വരുന്നുണ്ട്. നമ്മളിപ്പോ എവിടെയാ? എവിടെ? പാണിയേലി. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് ടിക്കറ്റ് റേറ്റ്. മുതിർന്നവർ 50 രൂപ, കുട്ടികൾക്ക് 10 രൂപ, വിദേശികൾക്ക് 200 രൂപ. പിന്നെ ഫോട്ടോഗ്രാഫി 500, വീഡിയോ ക്യാമറ അതൊക്കെ. നമുക്കതൊന്നുമില്ല.
എവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്? ദേ മോളിൽ വായിച്ചോക്ക്. പാണിയേലി പോര്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ മുൻകൂട്ടിയിട്ട് വിളിച്ച് പറയുകയാണെങ്കിൽ അവർ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഒരു ഗൈഡ് പറഞ്ഞത്. നമുക്കത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വഴിയിൽ ചോദിച്ചപ്പോൾ അവിടെ 3 ഹോട്ടലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മറ്റേ ഒരു ഹോംലി ഫുഡ് പോലത്തെ സ്ഥലത്ത് നിന്ന് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ജർമ്മനിക്കാരിയുണ്ട്, മലയാളം കുറച്ച് അറിയും അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി? മലയാളം അറിയില്ലല്ലോ അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ നാടൊക്കെ? ഇഷ്ടപ്പെട്ടോ? കൊല്ലാം അല്ലേ? ഗ്രീനറി. ആ പച്ചപ്പ് അല്ലേ? നല്ല പച്ചപ്പ്. എത്ര നാളുണ്ടാവും ഇനി ഇവിടെ? 2 weeks. ഓക്കെ. വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? No, this is my first day. Oh. Planning to visit. Okay. How is the weather here? Good, huh? A little bit sunny, but it's okay. Okay. Thank you. അപ്പോൾ ഞങ്ങളിത് വള്ളിക്കുടിലിൻ്റെ അടികൂടുകളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു സ്പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാട്ടോ. ഇവിടെ നമ്മളിവിടെ എത്തിയപ്പോഴേ നല്ലൊരു ഫീല്, നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. വരണ വഴി കൊള്ളാം അല്ലേ? യെസ്. നല്ല മരങ്ങളും വള്ളികളും. ഇപ്പം നമ്മുടെ ഇങ്ങനെ ചെന്നിറങ്ങണത് നമ്മുടെ പാണിയേലി പോര്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഉണ്ടോ? നല്ല വെയിലുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു മാസം നല്ല സണ്ണിയാണല്ലോ. അപ്പോൾ പിന്നെ ഇനി അവിടെ ഇറങ്ങേണ്ട കാര്യമാണ്. ഇനി നോക്കാം. ഓക്കെ. അടിപൊളി. ഇവിടെ കുറേ ബെഞ്ചസ് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഒരു ഏറുമാടം വരുന്നുണ്ട്. ഇതിന് മുകളിലൊരു ഏറുമാടം വരുന്നുണ്ട്. ഇതേ കണ്ട ഏറുമാടം. ഇത് കൊള്ളാട്ടെ. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ അവിടെ പോയതിനേക്കാളും കൂടുതൽ നമുക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ. ഇനി ബാക്കി കാണാം. ഒരു ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണെന്ന് പറയാം? ഈ സ്ഥലത്തിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഈ സ്ഥലത്തിന്റെ പേര് പാണേലി. ഓക്കെ. പാണേലി പോരെന്ന് പറഞ്ഞത് പെരിയാറാണ്. പെരിയാറ് 3 കൈവേരിയായിട്ട് വന്ന് വെള്ളം തമ്മിലുള്ള പോരിനാണ് ഈ പോരെന്ന്. ഓ, അങ്ങനെയാണ്. ഈ 3 സ്ഥലത്ത് നിന്ന് പറഞ്ഞതിന് വന്ന് കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളില് പോര് ഒഴുകുന്ന സ്ഥലത്തിനാണ് ഈ പോരെന്ന്. ശരി. 3 ഇല്ലിപ്പാലം കടന്ന് ചെല്ലുന്നതാണ് ഈ പോരിന്റെ അടുത്തേക്ക്. ഇല്ലിപ്പാലം എന്ന് പറഞ്ഞാൽ മുളയുടെ പാലങ്ങൾ അല്ലേ? പിന്നെ കുളിക്കാൻ ഇറങ്ങാം. അതിനിപ്പുറമായിട്ട് അവിടെ ഗൈഡ് പറഞ്ഞു തരും. പറയുന്നോടത്ത് കുളിക്കാനൊക്കെ ഇറങ്ങാം. പിന്നെ ഇത് ഇക്കോ ടൂറിസം ആണ്. പ്ലാസ്റ്റിക്കും പുഴയും കാടും നടന്ന് കാണാനും പ്രകൃതിയൊക്കെയാണ് മെയിനായിട്ട്. ശുദ്ധമായ ജലത്തിൽ കുളിക്കാൻ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട്. എന്താ പറയാ, വേറെ നമ്മുടെ ലൈഫ് ഗാർഡ് ഒക്കെ ഉണ്ട് അവിടെ? ഗാർഡുകളുണ്ട്. എല്ലാ പോയിന്റിലും ഗാർഡുകളുണ്ട്. അപകടങ്ങളുള്ള ടൈമിംഗ് എങ്ങനെയാണ്? 8 മുതൽ 4 വരെയും ടിക്കറ്റ് കൊടുക്കും. 8 മുതൽ 4 വരെ അല്ലേ? ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ ടൈമിംഗ് പോകേണ്ടത് 4:45 കുളിക്കുന്നോടത്ത് കയറ്റി 5 മണിയോടുകൂടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം. ഗേറ്റിന് എക്സിറ്റ് ആവും അല്ലേ? ശരി. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് അജി പൊന്നപ്പ. ഓക്കെ, താങ്ക് യു. അതേപോലെ നമ്മുടെ സൈഡിൽ കട ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഏരോ മാർക്കറ്റ് ഇറങ്ങണതാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ച് നടക്കണം, പാറയാണ്. നമ്മുടെ ടീമുകള് വരുന്നുണ്ട്. ഹലോ 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 ചുള്ളാൻ. ഹലോ.
എമി അടിപൊളി നല്ലൊരു തണലുള്ളൊരു ഏരിയ നമ്മൾ പകുതി ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടെ നല്ലോണം ആന നന്നായിട്ട് ഇറങ്ങുന്ന ഏരിയ കേട്ടോ. അതേപോലെ തന്നെ ഇത് ശരിക്കും വനം തന്നെ, എല്ലാ ടൈപ്പുള്ള ജീവജാലങ്ങളും ഇവിടെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഫുള്ളും മുളകളും പലതരത്തിലുള്ള ചെടികളും. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്. അല്ലാന്ന് ഒന്ന് ചേർന്ന് പറഞ്ഞില്ല, ആ ഒരു സ്പോട്ട് ഇതാണ്. പക്ഷെ നമ്മളിവിടെ ഇറങ്ങുന്നില്ല, നല്ല വെയിലാണ്. ഞങ്ങൾ ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാ ഫിയോണ. ഹലോ പിള്ളേരെ ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ ഞങ്ങളിത് പാണിയിൽ പോരില്ലേ, ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നല്ല അടിപൊളി നല്ല തണലത്താണ് നമ്മൾ നിൽക്കുന്നത്. നല്ല തണലുണ്ട്, ഇവിടെ നല്ല വഴുക്കലുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇടയിൽ കുറച്ച് മീനുകളെ കണ്ടു. അന്ന് മീനുകളൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചത് മൊബൈലൊന്നും ഇങ്ങോട്ട് താഴ്ത്തി. ഇതേ കാണുന്നു നമ്മുടെ എന്ത് മീനുകളാ, പരലുകളാ എന്തോ മീനുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മുടെ കാലുമോ വന്നിട്ട് ഇങ്ങനെ കൊത്തും. നല്ല രസമാണ് അത്. ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല എന്താ മിസ് കേരള പോലത്തെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കൊള്ളാം, അടിപൊളി. ഞങ്ങള് ഇവിടെ നിന്ന് നടന്നിട്ട് പോരുന്നിട്ടിരിക്കുകയാണ്. മുടിയൊക്കെ ഒരു ജാതി പോലെയാ. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? നല്ല സൂപ്പർ. നല്ല ചെറിയൊരു നീരൊഴുക്ക് പോലെയല്ല, അത് നല്ല രസം ഉണ്ടാവും. എന്തായാലും കൊള്ളായിരുന്നു. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്പോട്ട്. എല്ലാവരും ഇറങ്ങി നന്നായി എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം പിടിക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ 4:10 നോക്കട്ടെ. അപ്പൊ നമ്മൾ അവിടെ നടന്നു വരുന്ന സമയത്ത് ഒരാള് മെറിൻ പറഞ്ഞു ഇച്ചിരി ജീരക സോഡ കുടിക്കണം എന്ന് കണ്ട ഒരാൾ കയറിയതാ. പിന്നെ കണ്ടത് ഇതേ ഇവിടെ നിന്ന് ചായ കൂടിയും സ്നാക്സും അല്ലാതായി ഇവിടെ തന്നെ എല്ലാവരും ഒന്ന് കൂടി. അപ്പൊ എല്ലാവരും പല പല സാധനങ്ങൾ കഴിച്ചു. നല്ല ഇത്രയും ആൾക്കാരായിട്ട് പോകുമ്പോൾ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് കേട്ടോ. നമുക്ക് വളരെ അപൂർവങ്ങളായിട്ട് നമുക്ക് ഇങ്ങനത്തെ നിമിഷങ്ങൾ നമുക്ക് കിട്ടാറുള്ളൂ. എന്ത് എന്തെങ്കിലും. അപ്പൊ നമ്മുടെ ടൂറിന്റെ പരിസമാപ്തിയാണ്. ഇപ്പൊ നമ്മൾ ചെറായി ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ബസ്സിലൊക്കെ ഞങ്ങൾ തകർക്കായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? തൂക്കിയ അതെ, കൊറേ കാലത്തിന് ശേഷം മേലൊക്കെ ഒന്ന് ഇറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് അല്ലേ? അതെ, രാത്രി പോയി നല്ല ഉറക്കം കിട്ടും. ഫുൾ ഓൺ പിള്ളേഴ്സ് കിഡ്സ്. ആ ഇവിടെ ഇവിടെ ആണോ? ഓക്കെ, വേറെ വൈബായ. ഓക്കെ, ഇഷ്ടപ്പെട്ട സ്ഥലം എല്ലാവർക്കും പാണിയേൽ പോര്. അപ്പൊ ഞങ്ങൾ ഇത് ഇത്ര നാള് ഇപ്പൊ പോയതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഏത് ചോലയിലൊക്കെ ഞങ്ങൾ ഇന്ന് കുളിച്ചു അല്ലടാ? പോരാൻ തോന്നിയില്ല, സമയത്തിന്റെ പരിമിതികൾ മൂലം നമ്മൾ പോന്നു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് കാണാം അല്ലേ? അപ്പൊ അതുവരേക്കും ബൈ 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 ബൈ. അപ്പോൾ നമ്മുടെ ബസ് വന്ന് നമ്മൾ പോവുകയാണ്. പക്ഷേ ഇതുപോലെയുള്ള ടൂറുകൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിലൊരു ബോണ്ടിങ് നല്ലതായിട്ടുണ്ട് ഉണ്ടാവും. കാരണം വളരെ അപൂർവങ്ങളായിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാതായിരിക്കും. ബൈ ബൈ.